നമസ്കാരം. ഹയർ സെക്കൻഡറി 2ാം വർഷ സംസ്കൃതം 2ാം ഭാഷയായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയലുകളാണ് ലൈവ് സാൻസ്ക്രിറ്റ് സീരീസിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ 2ാമത്തെ ഭാഗമാണിത്. ഇതിൽ ആദ്യ ഏകകമായ ആർദ്രതയിലെ 1ാമത്തെ പാഠം തവ വിരഹേ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പാഠം പ്രസിദ്ധനായ ജയദേവൻ്റെ ഗീതഗോവിന്ദം എന്ന കാവ്യത്തിലെ ഒരു ഗീതമാണ്. രാധയുടെ കൃഷ്ണനുമായുള്ള വിരഹമാണിതിൻ്റെ പ്രമേയം. നമുക്ക് മനോഹരമായ ഈ അഷ്ടപതി ഒന്ന് കേൾക്കാം. राधिका कृष्ण राधिका तव विरहे केशवा स्तन विनिहितमपि हारमुदारम् सरसमसृणमपि मलयजपङ्गं पश्यति विषमिवावपुषि ससङ्गं राधिका कृष्ण राधिका तव विरहे केशवा श्वसितपवनमनुपम परिणाहं मदनदहनमि
പവനം അനുപമാ പരിണാമം മദനദഹനമിവ വഹതി സദാഹം ദിശി ദിശി കിരതി സജലകണജാലം നയനനളിനമിവ വിഗളിതനാളം ദിശി ദിശി കിരതി സജലകണജാലം നയനനളിനമിവ വിഗളിതനാളം രാധികാ കൃഷ്ണ രാധികാ തവ വിരഹേ കേശവാ നയന വിഷയമപി കിസലയതൽപം കലയതി വിഹിത ഹുതാശനകൽപം നയന വിഷയമപി കിസലയതൽപം കലയതി വിഹിത ഹുതാശനകൽപം ത്യജതി ന പാണി തലേന കപോലം ബാലശശിനമിവ ഛായമലോലം ത്യജതി ന പാണി തലേന കപോലം ബാലശശിനമിവ ഛായമലോലം ഹരിരിതി ഹരിരിതി ജപതി സകാമം വിരഹ വിഹിത മരണേവ നികാമം ഹരിരിതി ഹരിരിതി ജപതി സകാമം വിരഹ വിഹിത മരണേവ നികാമം ശ്രീജയദേവ ഭണിതമിതി ഗീതം സുഖയദു കേശവ പദമുപനീതം ശ്രീജയദേവ ഭണിതമിതി ഗീതം സുഖയദു കേശവ പദമുപനീതം രാധികാ കൃഷ്ണ രാധികാ അതെ, വർഷങ്ങളായി നമ്മുടെയൊക്കെ മനസ്സിൽ മനോഹരമായ ഒരു വർണ്ണചിത്രം രചിച്ചു തരുന്നതാണ് ഈ അഷ്ടപദികളെല്ലാം തന്നെ. ഇത് കേൾക്കാത്തവരായി ആരും തന്നെ മലയാള മണ്ണിൽ ഉണ്ടാവുകയില്ല. ഈ പാഠത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൽ പഠിക്കേണ്ടതായ കാര്യങ്ങൾ, ഇതിൽ കുട്ടികൾ ആർജിച്ചെടുക്കേണ്ടതായ കഴിവുകൾ, നിർമ്മിച്ചെടുക്കേണ്ടതായ പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രന്ഥത്തെക്കുറിച്ചും ഗ്രന്ഥകാരനെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടാതെ നൂതനങ്ങളായ പദങ്ങളുടെ ഒരു പരിചയം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. നാമധാതുക്കളെ സവിശേഷമായി ഈ പാഠഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിയാവിശേഷണങ്ങളുടെ ഒരു പരിചയവും ഭാഷാപരമായി നമുക്കിതിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ചേർന്ന് നിൽക്കേണ്ടതിൻ്റെയും അഥവാ മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് എന്നുള്ള ബോധം ഓരോരുത്തരിലും
നിർമ്മിച്ചെടുക്കേണ്ടതിൻ്റെ ഒരു ലക്ഷ്യം ഇതിൽ ഉൾച്ചേർന്ന് നിൽക്കുന്നുണ്ട്. കൂടാതെ കാവ്യത്തിൽ ബിംബപ്രതിബിംബഭാവത്തിൽ പ്രസ്തുതങ്ങളായും അപ്രസ്തുതങ്ങളായും പറഞ്ഞിട്ടുള്ളവ ഏതൊക്കെയാണ് എന്ന് കുട്ടികൾ പരിശോധിച്ച് അതിൽ നിന്നും അവയെക്കുറിച്ചുള്ള ഒരു അറിവ് നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ആസ്വാദന ടീക തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ അഷ്ടപതി എന്ന കാവ്യശാഖ, അവയുടെ പ്രത്യേകതകൾ ഇവയൊക്കെ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഗ്രന്ഥത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഗീതഗോവിന്ദം വളരെ പ്രസിദ്ധമാണ്. ഭാരതത്തിൽ എല്ലായിടത്തും തന്നെ പല രൂപത്തിൽ പല കലകളോട് ചേർത്ത് നിർത്തിയും ഇവ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിൽ 12 സർഗങ്ങളിലായി 24 ഗീതങ്ങളാണുള്ളത്. ഇവയുടെ ഒരു പ്രത്യേകത 8 പദങ്ങളുള്ള അഷ്ടപദികളായിട്ടാണ് മിക്കവാറും ഗീതങ്ങളെല്ലാം ലഭിക്കുന്നത്. 2 ഗീതം മാത്രം അതിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട്. ഭാഗവതത്തെ ഉപജീവ്യമാക്കിയെടുത്ത് ഭാഗവതത്തിലെ 10ാം സ്കന്ധത്തിലെ രാസലീലയെ ഉപജീവ്യമാക്കിയെടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ഗീതഗോവിന്ദം. ഇതിൽ അനുരാഗഭക്തിയാണ് പ്രകടമായി കാണുന്നത്. ഈ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള 4ാമത്തെ സർഗത്തിൽ 9ാമത്തെ ഗീതമായിട്ട് വരുന്ന സ്നിഗ്ധ മധുസൂദനം എന്നതാണ് പാഠഭാഗമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. രാധയുടെ വിരഹാവസ്ഥ തന്നെയാണ് ഇതിലും പ്രമേയമായി നിലനിൽക്കുന്നത്. കേരളത്തിൽ ഗീതഗോവിന്ദം എന്ന പേരിനേക്കാൾ കൂടുതൽ അഷ്ടപതി എന്ന പേരിലാണ് ഈ കൃതി നമുക്കേവർക്കും പരിചിതമായിട്ടുള്ളത്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അഷ്ടാനാം പദാനാം സമാഹാരത്വാത് അഷ്ടപതി ഇതി. 8 പദങ്ങൾ ഒന്നിച്ചുള്ളതുകൊണ്ടാണ് ഇതിന് അഷ്ടപതി എന്ന പേര് ലഭിച്ചത്. ആദ്യം ശ്ലോകവും തുടർന്ന് 8 പദങ്ങളും ചൊല്ലുന്നതാണ് ഇതിൻ്റെ രീതി. ഇതിനെ യുവജനോത്സവങ്ങളിലും മറ്റു വേദികളിലും സോപാന സംഗീതമായും ഒക്കെ കേരളത്തിൽ സ്ഥിരമായി വർഷങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു, ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ ആസ്വാദക വൃന്ദം തന്നെ അഷ്ടപദികൾ കേൾക്കുവാൻ ഇന്ന് കേരളത്തിലുണ്ട്. ഇതിൻ്റെ അവതരണ ക്രമമാകട്ടെ അകാരത്തിൽ രാഗം വിസ്തരിച്ച് ശ്ലോകം ചൊല്ലി പിന്നെ പദങ്ങൾ ചൊല്ലുക എന്നതാണ്. ഇടയ്ക്കയോ ചേങ്ങിലയോ വാദ്യോപകരണമായി ഉപയോഗിക്കുന്നുണ്ട്. ഗ്രന്ഥകാരനെക്കുറിച്ച് നോക്കുമ്പോൾ മിക്കവാറും സംസ്കൃത കവികളുടെ ചരിത്രം ലഭ്യമല്ലാതെ ഇരിക്കുമ്പോഴും ജയദേവനെക്കുറിച്ച് വ്യക്തമായി ധാരാളം ചരിത്രരേഖകൾ ലഭ്യമായിട്ടുണ്ട്. 12ാം നൂറ്റാണ്ടിൽ വംഗദേശത്തെ ലക്ഷ്മണസേനൻ്റെ രാജസഭയിലെ അംഗമായിരുന്നു ജയദേവൻ. പിതാവ് ഭോജദേവനും മാതാവ് രാധാദേവിയുമായിരുന്നു. പുരിയിലെ പ്രസിദ്ധയായ നർത്തകിയായിരുന്ന പത്മാവതി അദ്ദേഹത്തിൻ്റെ പത്നിയുമായിരുന്നു. ഇദ്ദേഹം കൊനാർക്കിനടുത്താണ് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടുള്ളത്.